നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലേക്ക് പാർട്ടിയെ തള്ളിയിട്ട് പിണറായി വിജയൻ. കണ്ണൂരും കോഴിക്കോടും തിരുവനന്തപുരത്തുമായി നടന്ന ഇഡി റെയ്ഡിൽ പാർട്ടി പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ട് കേന്ദ്ര ഏജൻസിയെ നേരിടാനുള്ള ഒരു നീക്കമാണ് പിണറായി വിജയന്റെയും കൂട്ടരുടെയും ഭാഗത്തു നിന്നുണ്ടായത് എന്ന വലിയ വിമർശനം ഇപ്പോൾ ശക്തമാകുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ അകത്തേക്ക് ചോദ്യം ചെയ്യലിന് വേണ്ടി കയറുമ്പോൾ മുതൽ പുറത്ത് CPM പ്രവർത്തകർ കൂക്കി വിളികളായിരുന്നു. ഇത് മാത്രമല്ല, ഒരു വേള അതിര് കടന്ന് CPM പ്രവർത്തകർ ഈ പറയുന്ന ഉദ്യോഗസ്ഥർക്കും ED ഉദ്യോഗസ്ഥർക്കും അവർക്ക് സുരക്ഷ ഒരുക്കാനെത്തിയ CRPF ഉദ്യോഗസ്ഥർക്ക് നേരെ ഹെൽമറ്റും കുപ്പിയും കല്ലും വലിച്ചെറിയുന്ന ഒരു നിലയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി. തിരുവനന്തപുരത്ത് ഇന്ന് പിണറായി വിജയൻ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ, അവിടെയാണ് പിണറായി വിജയനും മകൾ വീണയും ഉണ്ടായിരുന്നത്. ഇവിടെയായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ 6 മണിക്കെത്തി ചോദ്യം ചെയ്യൽ തുടങ്ങിയത്. പിന്നാലെ തന്നെ വലിയൊരു ആൾക്കൂട്ടം അവിടേക്ക് ഇരച്ചെത്തുകയായിരുന്നു. നിമിഷ നേരം കൊണ്ട് ഇത്രയും പ്രവർത്തകരെ അവിടേക്ക് എങ്ങനെ എത്തിച്ചു എന്നുള്ള ഒരു ചോദ്യം ഒരു വഴിക്കുണ്ട്. മറ്റൊരു വഴിക്കൂടെ ഈ ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യുന്ന നിലയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ്. നമുക്കറിയാം, സാധാരണ ഇത്തരത്തിലുള്ള കൈവിട്ട കളികളിലേക്കൊക്കെ പോകുകയാണെങ്കിൽ ഉദ്യോഗസ്ഥർക്ക്, CRPFകാർക്ക് അവർക്ക് നടപടി സ്വീകരിക്കാൻ കഴിയുന്നതാണ്. അവർക്ക് വെടിവെപ്പിന് പോലും അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു ഗുരുതരമായ വീഴ്ചയിലേക്ക് വരെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ ഒരു രക്തസാക്ഷിയെ കിട്ടിയേനെ എന്നല്ല, ഉണ്ടാക്കിയെടുത്തേനെ. എന്തായാലും പിന്നീട് ഈ പാർട്ടി നേതാക്കൾ ഉൾപ്പെടെ രംഗത്തേക്കെത്തി പ്രവർത്തകരെ ശാന്തരാക്കുന്ന ഒരു സമീപനം നമ്മൾ കണ്ടു. തിരുവനന്തപുരത്തും കണ്ണൂരിലും കോഴിക്കോടും ഇത് തന്നെയായിരുന്നു. കണ്ണൂരിലെ പിണറായി വിജയന്റെ വീട്ടിൽ വലിയ പ്രതിഷേധത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു. കോഴിക്കോട് റിയാസിന്റെ വീട്ടിലായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യലിന് എത്തിയത്. ഇവിടെ ഒരു 8 മണി മുതലായിരുന്നു ചോദ്യം ചെയ്യൽ തുടങ്ങിയത്. പക്ഷേ ഇവിടേക്കും വലിയ തോതിൽ പ്രവർത്തകർ ഇരച്ചെത്തുകയായിരുന്നു. അവിടെയും ഈ ഉദ്യോഗസ്ഥരെ കൂക്കി വിളിക്കുന്ന നിലയിലേക്ക് വരെ കാര്യങ്ങൾ പോയിരുന്നു. പക്ഷേ കണ്ണൂരിലെ വീട്ടിൽ നിന്നും മുഹമ്മദ് റിയാസിന്റെ വീട്ടിൽ നിന്നും പ്രത്യേകിച്ച് ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഉദ്യോഗസ്ഥർ എഴുതി ഒപ്പിട്ട് നൽകി പോയിട്ടുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കണ്ണൂരിൽ കൈവിട്ട നിലയിലേക്ക് കാര്യങ്ങൾ പോയി എന്ന് നമ്മൾ പറയുമ്പോൾ, സാധാരണ കേന്ദ്ര അന്വേഷണ ഏജൻസികളൊക്കെ റെയ്ഡിനെത്തുമ്പോൾ അവിടെ നിന്നൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ, അവിടെ എന്തൊക്കെയാണോ പരിശോധനകൾ നടത്തിയത്, അവിടെ നിന്ന് എന്തെങ്കിലും കണ്ടെടുത്തോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എഴുതി ഒപ്പിട്ട് നൽകണം. അത് സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥർക്കാണ്, അവരുടെ മേൽനോട്ടത്തിലാണ് ഇത് ഒപ്പിട്ട് നൽകേണ്ടത്. പക്ഷേ കണ്ണൂരിലെ പിണറായി വിജയന്റെ വീട്ടിലെ കാര്യം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമാകുന്നത്, അവിടെ പാർട്ടിക്കാരെ പറഞ്ഞു മനസ്സിലാക്കാനായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ പണിപ്പെട്ടത്. MV ജയരാജനെയും P ജയരാജനെയും വീടിന്റെ അകത്തേക്ക് വിളിപ്പിച്ച് ഉദ്യോഗസ്ഥർ ഇവിടെ നിന്നൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് എഴുതി ഒപ്പിട്ട് നൽകി അവരെ കാണിച്ച് ബോധ്യപ്പെടുത്തുകയായിരുന്നു. ഇതിനുശേഷം MV ജയരാജൻ പുറത്തേക്ക് ഇറങ്ങി വന്ന് മൈക്കിലൂടെ അനൗൺസ് ചെയ്യുകയായിരുന്നു, ഇവിടെ നിന്നൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, പ്രവർത്തകർ ശാന്തരാകണം, പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തുകയായിരുന്നു. അപ്പോൾ ആ ഒരു നിലയിലേക്ക് വരെ കണ്ണൂരിൽ കാര്യങ്ങളെത്തി. ഇത് മാത്രമല്ല, നിമിഷ നേരം കൊണ്ടായിരുന്നു കണ്ണൂരിൽ പിണറായി വിജയന്റെ വീടിന് മുൻപിൽ ഫ്ലെക്സും ഉയർന്നു. ഇതിലും വലിയ വേട്ടയാടലുകൾ നേരിട്ടതാ എന്ന് പറഞ്ഞുകൊണ്ടുള്ള നിമിഷ നേരം കൊണ്ടാണ് ആ ഫ്ലെക്സ് ബോർഡുകൾ അവിടെ ഉയർത്തിയത്. ഇവിടെ കാണേണ്ട ഒരു കാഴ്ച, പിണറായി വിജയൻ ഇതിലും വലിയ വേട്ടയാടലുകൾ നേരിട്ടിട്ടുണ്ടാകാം. പക്ഷെ ഇവിടെ കാര്യത്തിലേക്ക് വരുമ്പോൾ, പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ മാസപ്പടി വാങ്ങിയതുമായി ബന്ധപ്പെട്ട കേസാണിവിടെ. അതിൽ അന്വേഷണം നടത്തേണ്ട ഉത്തരവാദിത്വം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു ഹൈക്കോടതി ഉത്തരവിട്ടത്. ED അന്വേഷണത്തിന് എല്ലാ ഉത്തരവും കൊടുക്കുകയായിരുന്നു ഹൈക്കോടതിയും. അതിന് പിന്നാലെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ഈ റെയ്ഡുമായി എത്തുന്നത്. അവർ അവരുടെ ജോലി ചെയ്ത് മടങ്ങുമായിരുന്നല്ലോ. എന്തിനാണ് ഇത്രത്തോളം വലിയ ഒരു പാർട്ടി കൂട്ടത്തെ അവിടെ അണിനിരത്തിക്കൊണ്ട് ഞങ്ങൾ എന്തിനും തയ്യാറാണ് എന്ന് കാണിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്? ഇവിടെ പിണറായി വിജയന് നേരെയല്ല അന്വേഷണം വന്നത്, പിണറായി വിജയനെ ചോദ്യം ചെയ്യലിനല്ല. ഏറ്റവും പ്രധാനമായി ഈ കേസിൽ പ്രതിപട്ടികയിലുള്ളത് വീണ വിജയനാണ്. അവരെയാണ് ചോദ്യം ചെയ്യലിന് വേണ്ടി എത്തുന്നത്. അപ്പോൾ ഈ പാർട്ടി പ്രവർത്തകരെ എന്തിനിങ്ങനെ ഇളക്കി വിടണം? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇന്ന് കൈവിട്ട നിലയിലേക്കാണ് കാര്യങ്ങൾ പോയത്. വീണ വിജയന്റെ ഭാഗത്ത് തെറ്റില്ല എങ്കിൽ അത് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട്.
ഈ 10 വർഷം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്തും വീണ വിജയന് നേരെ എത്രയോ ആരോപണങ്ങൾ ശക്തമായതാണ്. പക്ഷേ ഏതെങ്കിലും ഒരു ആരോപണത്തിന് വീണ വിജയൻ രംഗത്തേക്ക് വന്ന് മറുപടി പറഞ്ഞതായിട്ട് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? വീണ വിജയന് നേരെ എന്തെങ്കിലും ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ ഉടനെ CPM-ന്റെ മുതിർന്ന നേതാക്കളാണ് വന്നു നിന്ന് മെഴുകുന്നത്. അവരുടെ ഭാഗത്ത് തെറ്റില്ല എങ്കിൽ അവർ അത് ബോധ്യപ്പെടുത്തട്ടെ, സത്യം തെളിയട്ടെ. ഇവിടെ കോടിയേരി ബാലകൃഷ്ണൻ എടുത്ത ഒരു നിലപാടുണ്ടായിരുന്നു. ബിനീഷ് കോടിയേരിക്കെതിരെ ആരോപണം വന്ന സമയത്ത് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് എന്താണ്? അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അനുഭവിക്കട്ടെ, അല്ല അവന്റെ ഭാഗത്ത് തെറ്റില്ല എങ്കിൽ അവൻ തന്നെ അത് തെളിയിക്കട്ടെ, ഞാനോ എൻ്റെ പാർട്ടിയോ അതിൽ ഇടപെടാൻ പോകില്ല എന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ നിലപാടെടുത്തത്. ഇതുപോലെ ഒരു നിലപാടെടുക്കാൻ എന്തുകൊണ്ട് പിണറായി വിജയന് കഴിയുന്നില്ല? ഇന്നിപ്പോൾ കോഴിക്കോടും തിരുവനന്തപുരത്തും കണ്ണൂരും റെയ്ഡ് നടക്കുമ്പോൾ പാർട്ടി പ്രവർത്തകരെ ഇറക്കി വിടുന്ന ഒരു സമീപനമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് പാർട്ടിയെ വീണ്ടും പ്രതിസന്ധിയിലാക്കുന്നതിന് തുല്യമാണ്. ED ഉദ്യോഗസ്ഥർ കണ്ണൂരിൽ നിന്നും കോഴിക്കോട് നിന്നും പരിശോധന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവരെ കൂക്കി വിളിക്കുകയും അവർക്ക് നേരെ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്ന ഒരു സമീപനവും ഒക്കെയായിരുന്നു CPM പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. മുഹമ്മദ് റിയാസിന്റെ കോട്ടുളിയിലെ വീട്ടിൽ നടന്ന റെയ്ഡ് പരിശോധന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഇതേ അവസ്ഥ തന്നെയായിരുന്നു ഉദ്യോഗസ്ഥർ നേരിട്ടത്. അതായത് അവർ ഈ പരിശോധന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ ഭയക്കുകയായിരുന്നു. കാറിലേക്ക് കയറി കുറച്ചധിക നേരമായിരുന്നു മുഹമ്മദ് റിയാസിന്റെ വീട്ടിലെ റെയ്ഡ് കഴിഞ്ഞ് കാറിൽ കുറെ അധികം സമയം അവർ ഇരിക്കുകയായിരുന്നു ഉദ്യോഗസ്ഥർ. എന്നാൽ ആ കാറിന് മുന്നോട്ട് പോകാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു. പിന്നീട് പ്രവർത്തകർ മാറി നിൽക്കണം എന്ന് ആഹ്വാനം ചെയ്തതോടുകൂടിയാണ് ഇവർ മാറി നിൽക്കുന്നതും ആ കാറിന് അവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ കഴിഞ്ഞതും. തിരുവനന്തപുരത്തെയും അവസ്ഥ ഇത് തന്നെയായിരുന്നു. വലിയ മുദ്രാവാക്യം വിളികളുമായി പ്രതിഷേധവുമായി CPM പ്രവർത്തകർ അണിനിരന്നപ്പോൾ അകത്തുണ്ടായിരുന്ന പിണറായി വിജയൻ പിന്നീട് MV ഗോവിന്ദനെ വിളിച്ചറിയിക്കുകയായിരുന്നു പ്രവർത്തകരോട് വീടിന്റെ ഗേറ്റിന്റെ ഫ്രണ്ടിൽ നിന്ന് മാറി നിൽക്കൂ, അവർ പുറത്തേക്ക് പോകട്ടെ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിലേക്കൊക്കെ കൈവിട്ട ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ്. റെയ്ഡിനെത്തിയ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരും അവർക്ക് സുരക്ഷ ഒരുക്കാൻ ഉണ്ടായിരുന്ന CRPF ഉദ്യോഗസ്ഥരും മിതത്വം പാലിച്ചതുകൊണ്ട് തന്നെയാണ് വലിയ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാതെ കാര്യങ്ങൾ നല്ല നിലയിലേക്ക് പോയത്. പക്ഷെ അപ്പോഴും പാർട്ടി പ്രവർത്തകരെ ഇറക്കി അവരെ ചാവേറുകളാക്കി പിണറായി വിജയൻ സ്വന്തം സുരക്ഷയും മകളുടെ സുരക്ഷയും ഒരുക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് കണ്ടത്. തിരുവനന്തപുരത്തെ ബേക്കറി ജംഗ്ഷനിലെ പിണറായി വിജയന്റെ വീടിന്റെ അവിടെ വലിയ പ്രകോപനപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് CPM പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് ഈ CPM പ്രവർത്തകർ ഗേറ്റ് തള്ളിക്കടന്ന് അകത്തേക്ക് കയറാനുള്ള ഒരു ശ്രമം നടത്തിയപ്പോൾ അവിടെ പോലീസുകാർ അവരെ തടയുകയായിരുന്നു. എന്നാൽ ഇങ്ങനെ തടയാൻ ശ്രമിച്ച പോലീസിന്റെ ഹെൽമറ്റ് ഈ CPM-കാർ ഊരി കേന്ദ്ര സേനയ്ക്ക് നേരെ എറിയുകയായിരുന്നു. കൂടാതെ വീടിനുള്ളിലേക്ക് കുപ്പികളും കല്ലുമൊക്കെ വലിച്ചെറിയുന്ന ഒരു സമീപനവും ഉണ്ടായി. സുരക്ഷ ഭേദിക്കാനുള്ള പ്രതിഷേധക്കാരുടെ ശ്രമം ഏറെ പണിപ്പെട്ടാണ് അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ പോലും ഒന്ന് തടഞ്ഞത്. കടകംപള്ളി സുരേന്ദ്രനും V ശിവൻകുട്ടിയും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നീട് അവരാണ് പ്രവർത്തകരെ അനുനയിപ്പിച്ചത്. ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയിൽ നിന്ന് ലഭിച്ച അപ്രതീക്ഷിത പിടിവള്ളിയിൽ പതുക്കെയാണ് അന്വേഷണം ആരംഭിച്ചതെങ്കിലും നിർണായകമായ നിയമ കടമ്പ മറികടന്നതോടെ ED എത്തിയത് അതിവേഗ നീക്കങ്ങളിലേക്കായിരുന്നു. കഴിഞ്ഞ ദിവസം രാവിലെ 10:20 ED അന്വേഷണത്തിനെതിരെയുള്ള ഹർജി തള്ളിക്കൊണ്ടുള്ള വിധി ജസ്റ്റിസ് TR രവി പുറപ്പെടുവിച്ചിരുന്നു. തൊട്ടു പിന്നാലെ മേൽക്കോടതിയെ സമീപിക്കാൻ 2 ആഴ്ച സമയം അനുവദിക്കണമെന്ന് ഹർജിക്കാർ അഭ്യർത്ഥിച്ചുവെങ്കിലും ആവശ്യത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശക്തമായി എതിർക്കുകയായിരുന്നു. സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ ഹർജിക്കാർക്ക് ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കണമെങ്കിൽ തന്നെ 2 ദിവസത്തെ അവധിക്ക് ശേഷം വെള്ളിയാഴ്ച മാത്രമേ സാധിക്കൂ. ആ അവസരം ED വിനിയോഗിക്കുകയാണ് ഇന്ന് ചെയ്തത്. അതായത് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ തുടങ്ങിയ ഒരു നീക്കമായിരുന്നു, കൃത്യമായ നീക്കമായിരുന്നു ഇത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തെ CMRL എല്ലാ രീതിയിലും എതിർക്കാൻ ഹൈക്കോടതിയെ സമീപിച്ചിട്ടും ഫലമുണ്ടായില്ല. കോടതി അന്വേഷണത്തിന് പൂർണ്ണ സമ്മതം മൂളുകയായിരുന്നു. തുടർന്നായിരുന്നു EDയുടെ കൃത്യമായ ഇടപെടൽ. പിണറായി വിജയന്റെ വീടുകളിൽ ED റെയ്ഡ് നടത്തുന്ന കാര്യം നിയമവൃത്തങ്ങളിൽ പോലും പലരും അറിഞ്ഞത് ഏറെ വൈകിയാണ്. കഴിഞ്ഞ ദിവസം കോടതി വിധി എതിരായിരുന്നുവെങ്കിലും ഇന്ന് റെയ്ഡ് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് ഹർജിക്കാരോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. എന്നാൽ മിന്നൽ നീക്കം നടത്താൻ ആവശ്യമായ കാര്യങ്ങൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിലുണ്ടായിരുന്നു. ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് വിധി വന്നതിന് ശേഷം 2024 ഏപ്രിലിലാണ് ED ഇതുമായി ബന്ധപ്പെട്ട് ECIR രജിസ്റ്റർ ചെയ്യുന്നത്. അന്നു മുതൽ സിംഗിൾ ബെഞ്ച് മുൻപാകെ ഈ ഹർജിയുണ്ട്. കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡ് അതിന്റെ MD SN ശശിധരൻ കർത്ത, സീനിയർ മാനേജർ NC ചന്ദ്രശേഖരൻ, സീനിയർ ഓഫീസർ അഞ്ജു റേച്ചൽ കുരുവിള,
ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ KS സുരേഷ് കുമാർ എന്നിവരായിരുന്നു ഹർജിക്കാർ. ED നടത്തുന്ന അന്വേഷണവും സമൻസ് അയക്കുന്നതും സ്റ്റേ ചെയ്യണം എന്നായിരുന്നു ഹർജിയിലെ പ്രധാന ആവശ്യം. ഹൈക്കോടതി മുൻപാകെ പലതവണ വിഷയം എത്തിയിരുന്നു. ഇതിനിടെ ഉദ്യോഗസ്ഥർ ED മുൻപാകെ ഹാജരാകുകയും രേഖകൾ ഹാജരാക്കുകയും ചെയ്തിരുന്നു. 24 മണിക്കൂറിലകം തങ്ങളെ ചോദ്യം ചെയ്തെന്നും ഇവർ കോടതിയെ അറിയിക്കുകയും ചോദ്യം ചെയ്യലിന്റെ CCTV ദൃശ്യങ്ങളും ഫോൺ രേഖകളും സംരക്ഷിക്കണമെന്ന് കോടതി നിർദ്ദേശിക്കലും ഇതിനിടെ ഉണ്ടായി. ശശിധരൻ കർത്തയെ ED വീട്ടിലെത്തിയും ചോദ്യം ചെയ്തിരുന്നു. അതിനൊടുവിലാണ് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ വാദം പൂർത്തിയാക്കി കോടതി കേസ് വിധി പറയാനായി മാറ്റിയത്. EDക്ക് കേസുമായി മുന്നോട്ട് പോകാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ ഇന്നലത്തെ വിധിയിൽ ഉണ്ടെന്നായിരുന്നു നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടിയതും. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ സെക്ഷൻ 50 പ്രകാരം ED നൽകിയ സമൻസിനെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു ഹർജിക്കാർ കോടതിയെ സമീപിച്ചത്. പക്ഷേ എന്നിട്ടും വലിയ മെച്ചമൊന്നും ഉണ്ടായില്ല. തിരിച്ചടി തന്നെയാണ് അവിടെ നിന്നുണ്ടായത്. കഴിഞ്ഞ ദിവസം പക്ഷേ കോടതിയുടെ ഈ ഒരു വിധി അധികം ശ്രദ്ധിക്കാതെ പോകുകയായിരുന്നു. കഴിഞ്ഞ ഒരു ദിവസം, അതായത് 26-ാം തീയതിയാണ് CMRLന്റെ ഹർജി തള്ളിക്കൊണ്ട് ED അന്വേഷണത്തിന് കോടതി പൂർണ്ണമായ ഉത്തരവിടുന്നത്. ഇതിനുശേഷം പക്ഷേ ആ ഒരു വാർത്ത വലിയ ചർച്ചയായില്ല. അതിന് കാരണമുണ്ട്. ചർച്ചയാകാതെ പോയതിനൊരു കാരണം, കഴിഞ്ഞ ദിവസം മുഴുവൻ കേരളം കത്തിച്ചുകൊണ്ടായിരുന്നല്ലോ SFIയുടെ സമരം. ആ സമരം കത്തിക്കാൻ പിന്നിൽ നിന്ന് നല്ല കളിയാണ് CPMലെ ചിലർ നടത്തിയത് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമാകുകയാണ്. കാരണം CMRLന്റെ ഹർജി കോടതി തള്ളിയത് ചാനലുകളിൽ ചർച്ചയായി കഴിഞ്ഞാൽ വീണ വിജയനും പിണറായിക്കും പൂട്ട് വീഴാൻ പോകുന്നു എന്നുള്ള ചർച്ചയും ഉയർന്നു വരും. അതുകൊണ്ട് ഇത് ചാനലുകളിൽ ഇടം പിടിക്കാതിരിക്കാൻ കഴിഞ്ഞ ദിവസം കുറച്ചധികം SFIക്കാരെ ചാവേറുകളാക്കി നഗരം കത്തിക്കുന്ന ഒരു സമരമായിരുന്നു നടത്തിയത്. പക്ഷേ എന്നിട്ടും രക്ഷയുണ്ടായില്ല. ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയ റെയ്ഡിൽ പിണറായി ഒന്ന് വിറച്ചു. കാരണം ഇതുവരെ മകളെ ഒരു ചോദ്യം ചെയ്യലിന് പോലും വിട്ടുകൊടുക്കാതെ സംരക്ഷിച്ച പിണറായിക്ക് ഇന്നിപ്പോൾ തൻ്റെ കൺമുന്നിൽ മകളെ ചോദ്യം ചെയ്യേണ്ടി വന്നതുവരെ കാണേണ്ടി വന്നിരിക്കുകയാണ്. ഈ കേസിൽ നിന്ന് ഊരിപ്പോകുക അത്ര എളുപ്പമല്ല. കാരണം ഇന്നിപ്പോൾ പിണറായി വിജയനും മകൾക്കും വേണ്ടി CPM പ്രവർത്തകർ ഇരച്ചെത്തിയതുപോലെ ആകില്ല വരും ദിവസങ്ങളിൽ കാര്യങ്ങൾ. കാരണം പിണറായി വിജയന്റെ മകളും CMRL കമ്പനിയും തമ്മിൽ നടത്തിയ ഇടപാടുകളുടെ എല്ലാ രേഖകളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പക്കലുണ്ട്. ഇതിന്റെ എല്ലാം സത്യാവസ്ഥ വീണ വിജയന് അന്വേഷണ സംഘത്തോട് ബോധ്യപ്പെടുത്തേണ്ടി വരും. എന്തെങ്കിലും കാര്യത്തിൽ പിഴവ് സംഭവിച്ചാൽ, അതായത് പറയുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൂടുതൽ തെളിവുകൾ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ വീണ വിജയന്റെ കയ്യിൽ വിലങ്ങ് വീഴുമെന്നതിൽ ഒരു സംശയവും ഇല്ല. കൂടുതൽ പ്രതിരോധത്തിലേക്ക് തന്നെയാണ് പിണറായി വീഴുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.